പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, കരുണയോടൊപ്പം ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം നൽകും. അതിനുവേണ്ടിയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, ഒപ്പം ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിക്കാം. വയനാട്ടിലെ സാഹചര്യങ്ങൾ, വേദനിക്കുന്ന കുടുംബങ്ങൾ, തകർന്നുപോയ ഭവനങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൂടുതൽ ദുരിതങ്ങളൊന്നും വരാതെ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം, ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം, സ്നേഹം നമ്മൾ അനുഭവിക്കുന്ന സമയമാണ്. ആ ബോധ്യത്തോടെ നമുക്ക് അല്പസമയം സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉയർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ നിമിഷം വരെ ഞങ്ങളെ പരിപാലിച്ച് മുമ്പോട്ട് നയിച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബാംഗങ്ങളെ, ലോകം മുഴുവനെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഈശോയെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവത്തിൻ്റെ കരുണയുടെ അത്ഭുത മണിക്കൂറാണ്. അബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, സ്വസ്ഥാനങ്ങളിരിക്കാം. ദൈവത്തെക്കുറിച്ച്, ദൈവകരുണയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന 2 സങ്കീർത്തന ഭാഗങ്ങൾ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ഒന്ന് സങ്കീർത്തനം 103 8-ാമത്തെ വചനം. രണ്ടാമത്തേത് സങ്കീർത്തനം 145 8-ാമത്തെ വചനം. ഈ 2 സങ്കീർത്തന ഭാഗങ്ങളും വിളിച്ചു പറയുന്നത് ആരാണ്? നമ്മുടെ ദൈവം. എത്രമാത്രമാണ് ഈ ദൈവത്തിൻ്റെ കരുണയുടെ വ്യാപ്തി. അത് നാം മനസ്സിലാക്കിയാൽ ദൈവകരുണയുടെ ഒരു ദാരിദ്ര്യവും അനുഭവിക്കാതെ ഈ കരുണ ഏറ്റെടുത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. സങ്കീർത്തനം 103 8-ാമത്തെ വചനം. ദൈവം ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. സങ്കീർത്തകൻ അനുഭവിച്ച ദൈവത്തെ സങ്കീർത്തകൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ആർദ്രഹൃദയമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇതാണ് സങ്കീർത്തകൻ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 145 8-ാമത്തെ വചനത്തിലും നാം കാണുന്നു, ദൈവം കൃപാലുവും കാരുണ്യവാനും ക്ഷമാശീലനുമാണ്. ഈ സവിശേഷത നമ്മുടെ ദൈവത്തിൽ നാം രുചിച്ചറിയേണ്ട, അനുഭവിച്ചറിയേണ്ട കാരുണ്യമാണ്. ദൈവം കാരുണ്യവാനാണ്, ക്ഷമാശീലനാണ്, സ്നേഹസമ്പന്നനാണ്. ഇതെല്ലാം നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പറയുന്നുണ്ട്, ഈ ദൈവത്തെ അറിഞ്ഞ്, ഈ ദൈവത്തെ അനുഭവിച്ച്, ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവകരുണയ്ക്ക് ഒന്നിനും ഒരു കുറവും വരില്ല. ഈ കരുണ അനുഭവിച്ച വ്യക്തികൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നുകരുക, ആ സ്നേഹം മറ്റുള്ളവർക്ക് പകരുക. രണ്ടും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ക്ഷമ അനുഭവിക്കുക, മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ തയ്യാറാവുക. ഈ അനുഭവം ഉള്ള വ്യക്തികൾക്ക് ഇത് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളത്
നമ്മുടെ അനുഭവം തെളിയിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതാനും വചനങ്ങൾ കൂടി നമുക്ക് എടുക്കാം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. ജ്ഞാനം 12:13 നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു വചനമാണ്. അവിടെ പറയുകയാണ്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? നമുക്കറിയാവുന്ന ഒരുപാട് വ്യക്തികൾ, സ്നേഹമുള്ളവർ, കരുണ കാണിക്കുന്നവർ, സഹായം നൽകുന്നവർ, സഹനങ്ങൾ ഏറ്റെടുക്കുന്നവർ, അങ്ങനെയുള്ള പല വ്യക്തികളെയും നാം പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർ ഒരുപക്ഷെ നമ്മുടെ അറിവിലുണ്ട്, നമ്മുടെ സ്നേഹബന്ധത്തിലുണ്ട്. പക്ഷെ വചനം പറയാണ്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സ്നേഹിക്കാൻ പറ്റുന്ന, കരുണ കാണിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റാരെയും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. പറയുണ്ട്, മനുഷ്യരോടുണ്ടായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബന്ധം ദൈവത്തോട് നമുക്കുണ്ടാകണം. മനുഷ്യരുടെ സ്നേഹവും സാന്നിധ്യവും സാമീപ്യവും ഒക്കെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സാമീപ്യം നാം ഇഷ്ടപ്പെടുകയും വിലമതിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഈ കരുണയുടെ സമ്പത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നത്. ദൈവത്തെ പോലെ കരുണയുള്ളവരായി മാറുവാൻ നമുക്ക് സാധിക്കുന്നത്. ഈ ഒരു കാര്യത്തിലേക്ക് ദൈവം സ്നേഹപൂർവ്വം നമ്മെ വിളിക്കുന്നത്, ക്ഷണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അവിടെ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയ ഒരു കാര്യം, മോശ ഇരുന്ന് കേട്ട ഒരു കാര്യം. ദൈവം തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ കാരുണ്യവാനായ ദൈവം. നിൽക്കുക, മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യം എൻ്റെ ശക്തി, ഞാൻ ചെയ്യുന്ന വൻകാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നേനെ. സർവശക്തനായ ദൈവം, ദൈവത്തിൻ്റെ ശക്തി മറ്റാർക്കും ഇല്ല. എന്നിട്ടും ആ ശക്തിയെക്കുറിച്ചോ അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവിനെക്കുറിച്ചോ ഒന്നും അല്ല ദൈവം ഇവിടെ ആദ്യം പറഞ്ഞത്. ഞാൻ കാരുണ്യവാനായ ദൈവം, സ്നേഹനിധിയായ ദൈവം, ക്ഷമിക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, ഇതെല്ലാം മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കാര്യങ്ങൾ വരണം, നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കണം. അതിന് ദൈവത്തെ അറിയുക, ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഒരു സെൽഫ് റെവലേഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. താൻ ആരെന്ന് ദൈവം തന്നെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ കാരുണ്യവാനായ ദൈവമാണ് എന്ന് അവിടുന്ന് അരുൾ ചെയ്തത്. പറയുന്നുണ്ട്, ഈ ദൈവത്തെ അറിയുന്നതനുസരിച്ച് നമ്മളിൽ ദൈവകരുണയുടെ അഭിഷേകം ഉയർന്നു വരും. ദൈവകരുണയുടെ അഭിഷേകം ഉയർന്നു വരുന്നതനുസരിച്ച് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുവാൻ, മറ്റൊരു ക്രിസ്തുവായി മാറുവാനൊക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. യോനാ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യോനാ പ്രവാചകൻ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. ഇവിടെ ദൈവം തന്നെക്കുറിച്ച് പഠിപ്പിക്കുന്ന മറ്റൊരു വചനഭാഗമാണ്. ദൈവത്തിലുള്ള ചില നന്മകൾ, ഗുണങ്ങൾ, ദൈവത്തിൻ്റെ ചില സ്വഭാവ രീതികൾ, ഇതെല്ലാം യോനാ പ്രവാചകൻ വെളിപ്പെടുത്തുന്നത് കാണാൻ പറ്റും. യോനാ പറഞ്ഞു, എനിക്കറിയാം നീ ആരാണെന്ന്, നീ എങ്ങനെയുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. അങ്ങനെ സംസാരിക്കുന്ന യോനാ പ്രവാചകനെ ഈ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. യോനാ പറഞ്ഞു, നീ ദയാലുവായ ദൈവമാണ്, കാരുണ്യവാനായ ദൈവമാണ്, ക്ഷമാശീലനായ ദൈവമാണ്, സ്നേഹനിധിയായ ദൈവമാണ്. ഈ 4 കാര്യങ്ങളാണ് ഈ ഒരൊറ്റ വചനഭാഗത്ത് യോനാ പ്രവാചകൻ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 4 കാര്യങ്ങൾ. നീ ദയാലുവായ ദൈവം,
കാരുണ്യവാനായ ദൈവം, ക്ഷമാശീലൻ, സ്നേഹനിധി. ഈ ദൈവത്തെ കണ്ടെത്തി ജീവിക്കുന്നതല്ലേ ഒരു ക്രിസ്ത്യാനി ജീവിത സാഫല്യമാക്കേണ്ടത്? മറ്റെന്തിനേക്കാൾ ലോകത്തെ ലൗകികമായ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതിനേക്കാളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം ഈ ദൈവിക സമ്പത്ത് സമ്പാദിക്കുക എന്നുള്ളതാണ്. ലൗകിക സമ്പത്തിനേക്കാൾ ഒരുപാട് വിലമതിക്കേണ്ടത് ദൈവിക സമ്പത്താണ്, ആത്മീയ സമ്പത്ത്. അത് കിട്ടാനുള്ള മാർഗം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തെ, പിതാവായ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ആ ദൈവവുമായിട്ട് നമ്മൾ സ്ഥാപിക്കേണ്ട ബന്ധം സ്ഥാപിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഈ ആത്മീയ സമ്പത്തെ സ്വന്തമാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യം യേശുവിനെ, അതായത് മനുഷ്യരൂപത്തിൽ അവതരിച്ച യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക, ആ യേശുവിൽ എത്തുക എന്നുള്ളതാണ്. കൊളോസസ് 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ നിധികൾ ഒളിഞ്ഞു കിടക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. പറയുന്നുണ്ട്, യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ സ്വന്തമായി മാറുമ്പോൾ നമുക്ക് വലിയ സമ്പത്തുണ്ടാവും, ലൗകിക സമ്പത്തിനേക്കാൾ ആത്മീയ സമ്പത്ത്. നാം ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിലും ആത്മീയ സമ്പത്തുള്ളവരാണെങ്കിൽ ദൈവം നമ്മെ ഒരുപാട് വിലമതിക്കും. അത് നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും അഭിമാനവും പകർന്നു തരും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായത് ഉദിച്ചാലേ അപൂർണമായത് അസ്തമിക്കത്തുള്ളൂ. അതാണ് 1 കൊരിന്തോസ് 13-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക, പൂർണ്ണമായത് ഉദിക്കുന്നിടത്ത് അപൂർണമായത് അസ്തമിക്കും. ഫിലിപ്പിയർ 3-ാം അധ്യായം 8-9 വചനങ്ങളിൽ പൗലോസിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ദൈവത്തെ അറിഞ്ഞ പൗലോസ് വിളിച്ചു പറഞ്ഞൊരു കാര്യം, യേശുവിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ വിലപിടിപ്പുള്ളതെന്ന് കരുതിയിരുന്ന പലതും ഇതാ ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. കാരണം യേശുവിനെ കുറിച്ചുള്ള അറിവ്, ആത്മീയ സമ്പത്ത്, അതാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. ഇവിടെ ഈ ഒരു തിരിച്ചറിവ് ആഗ്രഹിച്ചാൽ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവും. ആ തിരിച്ചറിവിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് എല്ലാ വിധത്തിലുമുള്ള സമ്പന്നത ഉണ്ടാകും. ഒരു ക്രിസ്ത്യാനി വളരേണ്ടത് എല്ലാ വിധത്തിലുമാണ്. വളരേണ്ടത് യേശു ക്രിസ്തുവിലേക്കാണ്. എഫേസസ് 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ഇവരെ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മീയ സമ്പത്ത്, ദൈവകരുണയുടെ ആ ഒരു സമ്പന്നത ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും, വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ, ലോകം മുഴുവനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വതന്ത്രമായിട്ട് അല്പസമയം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ നാമത്തിൽ ഞങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെല്ലാം വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, അവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അവിടുന്ന് ആശ്വാസമരളി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് അവിടുത്തെ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.